2011 അന്നത്തെ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഈ നിയമസഭയിൽ തന്നൊരു മറുപടിയാണ്. സംസ്ഥാനത്തെ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയത്തിൽ സംസ്ഥാന വിഹിതം 550 രൂപയിൽ നിന്ന് 1000 രൂപയായി ഓഗസ്റ്റ് 2011 മുതൽ വർദ്ധിപ്പിക്കുന്ന, അതായത് 2011 വരെ 550 രൂപയാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്തതൊരു ഉത്തരം ആരോഗ്യ മന്ത്രി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഷൈല ടീച്ചർ 2016 സഭയിൽ കൊടുത്ത മറുപടി. ഈ 1000 രൂപ വർദ്ധിപ്പിച്ചത് 5 കൊല്ലം കൊണ്ട് എത്രയായി വർദ്ധിപ്പിച്ചു എന്ന് അറിയണം. UDF ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രി പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് അംഗൻവാടി വർക്കർമാർക്ക് നൽകുന്ന ഓണറേറിയം 10,000 രൂപയായും ഹെൽപ്പർമാർക്ക് ഓണറേറിയം 7,000 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് UDF ഗവൺമെന്റിന്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് ചെയ്തത്. 550 രൂപയിൽ നിന്നും 10,000 രൂപയുള്ള തുകയിലേക്ക് വന്നു. ടോട്ടൽ സ്റ്റേറ്റ് ഷെയർ അപ്പോൾ ഏകദേശം ഒരു 7,000 രൂപയോളം വന്നു. 550 രൂപയിൽ നിന്ന് 7,000 രൂപയാക്കി 5 കൊല്ലം കൊണ്ട് UDF ഗവൺമെന്റിന്റെ കാലത്ത് വർദ്ധിപ്പിച്ചു. സാർ, ഞാൻ അതിന്റെ കണക്കുകളാണ് ഇവിടെ മിനിസ്റ്റർ സംസാരിക്കും, ഇവിടുന്ന് ആരും കമന്റ് ചെയ്യില്ല. ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ അന്നത്തെ ജോലിയാണോ ഇപ്പോൾ അംഗൻവാടിയിലെ? ഇവിടെ തന്നെ ഈ മന്ത്രിമാർ നൽകിയ ഉത്തരം ഞങ്ങളെല്ലാം ക്രോഡീകരിച്ച് നോക്കി. എന്തെല്ലാമാണ് സാർ അംഗൻവാടിയിലെ ജോലി? പോഷകാഹാര വിതരണം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം, പോഷകാഹാരവും ആരോഗ്യ പരിപാലനവും, ആരോഗ്യ വിദ്യാഭ്യാസം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ആരോഗ്യ പരിശോധന, കൂടുതൽ പരിശോധനയ്ക്കും രോഗനിർണയത്തിനുമായി ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുക, നവജാത ശിശുക്കളുടെയും ഗർഭിണികളുടെയും ഭവന സന്ദർശനം, അവർക്ക് വേണ്ട ന്യൂട്രീഷൻ കൗൺസിലിംഗ്. പോഷൻ അഭിയാന്റെ വരവോടുകൂടി ജോലിഭാരം വർദ്ധിച്ചു. സാമൂഹ്യ അധിഷ്ഠിത പരിപാടി, ഒരു പ്രോജക്റ്റാണ് CBSE എന്ന് പറയുന്നത്. ഗ്രാമീണ ആരോഗ്യ ശുചിത്വ പോഷക ദൗത്യത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടി, മൊബിലൈസിംഗ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. പിന്നീട് ഇതൊന്നും കൂടാതെ സർക്കാരും LSCDയും ഏൽപ്പിക്കുന്ന ജോലികൾ, സർവേകൾ, സെൻസസ്. ഈ ജോലിയെല്ലാം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളാണ്. കേരളത്തിൽ ആരെങ്കിലും ഇത്രമാത്രം ജോലി ചെയ്യുന്നവരുണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിൽ? സാറേ, എല്ലായിടത്തും വെക്കേഷന്റെ സമയത്തും ശനിയാഴ്ചയും എല്ലാ ദിവസവും ജോലിയാണ്. അത്രമാത്രം തീർത്താൽ തീരാത്ത ജോലിയാണ് സാർ അവർക്ക്. ഇവിടെ പറഞ്ഞു 13,000 രൂപ 10 വർഷം കഴിഞ്ഞവർക്കും 10,000 രൂപ ഹെൽപ്പർമാർക്കും കിട്ടുമെന്ന് പറഞ്ഞല്ലോ. കിട്ടും. കേരളത്തിലെ മിനിമം വേജസ് എത്രയാണ്? അൺസ്കിൽഡ് വർക്കേഴ്സിനുള്ള കേരളത്തിലെ മിനിമം വേജസ് ഒരു ദിവസം 700 രൂപയാണ് സാർ. ഇതൊരു 300 രൂപയാണ് വരുന്നത്. ഇത്രയും ജോലി ചെയ്തിട്ട്, ന്യായമായ ഒരു കാര്യമല്ലേ? ഇത്രയും ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് 300 രൂപയാണ് സാർ. 300-350 രൂപ പോലും, പകുതി മിനിമം അൺസ്കിൽഡ് വർക്കേഴ്സിനുള്ള നമ്മുടെ സംസ്ഥാനം അംഗീകരിച്ചിട്ടുള്ള മിനിമം വേജിന്റെ പകുതി പോലും ഇത്രയും ജോലി ചെയ്തിട്ട് കിട്ടുന്നില്ല. ഇനി അത് തന്നെ എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു മാസം 3 പ്രാവശ്യമായിട്ട് കിട്ടും. ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം വരും, അപ്പൊ കുറച്ച് പൈസ കിട്ടും. പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം വരും, അപ്പൊ കുറച്ച് പൈസ കിട്ടും. പിന്നീട് ലോക്കൽ ബോഡിയുടെ വിഹിതം വരും, അപ്പൊ 3 പ്രാവശ്യമായിട്ട് കിട്ടും. ഇനി കേൾക്കണം, നിങ്ങളെല്ലാവരും കേൾക്കണം, ഈ സഭ അറിയണം. ഈ പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇപ്പൊ കിട്ടുന്ന ഒരു മാസത്തെ ഈ കിട്ടുന്ന 12,000, 13,000 അല്ലെങ്കിൽ 10,000, 9,000 രൂപ ഒരു മാസം ഈ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എന്ത് ചെയ്യണം? സ്വന്തമായി കെട്ടിടമില്ലാത്ത വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക ഇവർ കൊടുക്കണം. ഇവർ രണ്ടുപേരും കൂടി കൊടുക്കണം. ഹെൽപ്പറും വർക്കറും കൂടി കൊടുക്കണം. വാടക കൊടുക്കണം, അഡ്വാൻസ് പിന്നെ കൊടുക്കും. സാർ, കറണ്ട് ബില്ല് അവർ കൊടുക്കണം. കറണ്ട് ബില്ല് സാർ, ഈ അംഗൻവാടിയിലെ വെള്ളക്കരം ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് ഇവരടയ്ക്കണം. ഞാൻ ഒന്ന് തീർത്തോട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ് ചെയ്യാൻ ഇറങ്ങാം. സാർ, പച്ചക്കറി സാർ കേൾക്കണം, ഇതൊന്നും പൊളിറ്റിക്സ് അല്ല. നിങ്ങൾ എന്തിനാ ബഹളം ഉണ്ടാക്കണേ? സാർ, പച്ചക്കറി പച്ചക്കറിയുടെ അഡ്വാൻസ് ഈ പാവങ്ങൾ കൊടുക്കണം. മുട്ട വാങ്ങിക്കാനുള്ള അഡ്വാൻസ് ഇവർ കൊടുക്കണം. പാല് വാങ്ങിക്കാനുള്ള പൈസ ഇവർ കൊടുക്കണം. സാർ, ഇത് കിട്ടും. എന്താണ് സാർ ഇത്? എന്തും അങ്ങ് പറഞ്ഞോ.
പ്ലീസ് അവര് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. ആരുടെ കാര്യമാണ് സാർ ഞാൻ ഈ പറയുന്നത്? സാർ ആരുടെ കാര്യമാ സാർ? അങ്ങ് സംസാരിച്ചു ഇപ്പൊ ഇല്ല, ഇപ്പൊ ശാന്താണ്. സാർ ഞാൻ ആരുടെ കാര്യമാണ് സാർ പറയുന്നത്? അവിടെ പറഞ്ഞു. ഇതിന്റെ എല്ലാം അങ്ങൂടി അറിയണം, നമ്മളെല്ലാം ജനപ്രതിനിധി സഭയല്ലേ, കേരളത്തിന്റെ ക്രോസ് സെക്ഷനല്ലേ ഈ സഭയിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇതെല്ലാം കൊടുക്കണം, എന്നിട്ട് അത് എപ്പോഴെങ്കിലും കിട്ടും. ആ പൈസ എപ്പോഴെങ്കിലും കിട്ടും. പൈസ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എപ്പോഴെങ്കിലും കിട്ടും. സാർ കേരളത്തിൽ ഞാൻ കിട്ടില്ല എന്ന് പറഞ്ഞില്ലല്ലോ സാർ, അവരാണോ കൊടുക്കുന്നത്? കേരളത്തിൽ ഏതെങ്കിലും തൊഴിൽ രംഗത്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഗതികേട് ഈ നമ്മുടെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഉള്ളതുപോലെ ആർക്കെങ്കിലും ഈ ഗതികേടുണ്ടോ സാർ? ഇതാണ് സങ്കടം, ഇതാണ് സങ്കടം സാർ, ഇതാണ് സങ്കടം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തെന്താ പറഞ്ഞത്, വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക ഒരു അഡ്വാൻസ് കൊടുക്കണം. കെട്ടിടം മിനിസ്റ്റർ പറഞ്ഞല്ലോ കമന്റ് ചെയ്യല്ല പ്ലീസ്. മിനിസ്റ്റർ പറഞ്ഞല്ലോ കെട്ടിടമുള്ള സ്ഥലങ്ങളിലെ വാടക കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് അവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കണം അഡ്വാൻസ്, അവിടുത്തെ വാട്ടർ ചാർജ് കൊടുക്കണം, പച്ചക്കറിയും മുട്ടയും പാലും മേടിക്കുന്നത് ഈ പാവങ്ങൾ കാശ് കൊടുത്തിട്ടാണ്. എന്നിട്ട് തോന്നുന്ന സമയത്താണ് പൈസ കൊടുക്കുന്നത്. സാർ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, ദ കോർട്ട് പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ ഗവൺമെന്റ് ഷുഡ് വ്യൂ ദ കൺസേൺസ് ഓഫ് ദി അംഗൻവാടി വർക്കേഴ്സ് സീരിയസ്ലി ആസ് ദേ ആർ ഗെറ്റിംഗ് എ പോൾട്രി സം which is not commensurating with the volume of work they do എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് സർ. നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇവരുടെ പാർട്ടി പീപ്പിൾസ് ഡെമോക്രസിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഹാവിംഗ് റിഗാർഡ് ടു ദി ഓണറസ് റെസ്പോൺസിബിലിറ്റീസ് upon the Anganwadi workers, there appears to be a clear case of discrimination in the matter of public employment, since a person who is engaged to carry out multifarious activities is being paid a very meager amount of emolument on the ground that she is appointed in a scheme. The scheme may be designed to take an advantage of the completely unequal bargaining power to an unemployed lady, more as when she is from a rural background. സർ, ഇത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അവരുടെ വിഹിതം വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ 550 രൂപയിൽ നിന്നും 6600 രൂപയും ടോട്ടലായിട്ടുള്ള 10,000 രൂപയിലേക്ക് അത് ഞങ്ങൾ 5 വർഷം കൊണ്ട് എത്തിച്ചു. സാർ, ഇന്നത്തെ ജീവിത സാഹചര്യം സാർ, നമ്മൾ എന്തിനാ സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കുന്നത്? ബാക്കി എന്തിനാ DA എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്താ കൺസെപ്റ്റ്? വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിന് അനുസരണമായി ആളുകളുടെ ജീവിത നിലവാരത്തിൽ അനുസരിച്ച് ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന വർദ്ധിതമായ ചെലവുകളാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. വല്ലതുണ്ടോ സർ? വല്ലതും അവർക്ക് കൊടുക്കുന്നുണ്ടോ സാർ? ഇനി ഇവിടെ പറഞ്ഞല്ലോ പെൻഷൻ അംഗൻവാടി വർക്കർക്ക് 2,500 രൂപ, 1,500 രൂപ അംഗൻവാടി ഹെൽപ്പർക്ക്, പിന്നെ ഒരു 15,000 രൂപയും 10,000 രൂപയും റിട്ടയർമെന്റ് ബെനിഫിറ്റ്. സാർ, അങ്ങ് ഇവിടെ പറഞ്ഞ കണക്ക് ശരിയല്ല. 2024 മുതൽ 9 മാസമായി ഈ പെൻഷൻ കൊടുത്തിട്ടില്ല. സർ, നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ എല്ലാം മാറ്റിവെച്ചിട്ട് നെഞ്ചിൽ കൈവച്ച് നമ്മൾ ആലോചിക്കും. ഇത്രയും ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് പോകുന്ന ഒരു പാവപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് 15,000 10,000 രൂപയും കൊടുക്കേണ്ട റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുത്തില്ല. 9 മാസമായി അവർക്ക് കിട്ടേണ്ട മരുന്ന് മേടിക്കേണ്ട, കഞ്ഞി കുടിക്കേണ്ട ഈ 2,500 രൂപയും 1,500 രൂപയും സാർ 9 മാസമായി കൊടുത്തിട്ടില്ല. സാർ, ഇവര് കൊടുക്കുന്ന വിഹിതമാണ്. സാർ, ഇവര് കൊടുക്കുന്ന വിഹിതമാണ്. അവര് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവരുടെ അംശാദായം കൊടുക്കുന്നുണ്ട്. സർക്കാരിന്റെ വിഹിതം 20% ആണ്. അവരുടെ വിഹിതം കൊടുത്ത പൈസ അവരങ്ങോട്ട് ഈ നക്കാപ്പിച്ച, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ അങ്ങ് ക്ഷമിക്കണം, അവർക്ക് കിട്ടുന്ന ഈ നക്കാപ്പിച്ച പൈസയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് കോൺട്രിബ്യൂഷൻ അടയ്ക്കണ പൈസ 500 രൂപ, അതെങ്കിലും സാർ അവര് റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണ്ടേ? എങ്ങോട്ടാണ് സാർ അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? എങ്ങോട്ടാണ്? പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കും, 2 മിനിറ്റ് എടുക്കുള്ളൂ. മന്ത്രി പറഞ്ഞ വെയിറ്റ് ഞാൻ തീർക്കട്ടെ പ്ലീസ്, ഞാൻ തീർക്കട്ടെ. സാർ, അത് പ്രഖ്യാപിക്കുമ്പോൾ 2011 മുമ്പ് 550 രൂപ ഉണ്ടായിരുന്നത് ഈ
പ്ലീസ് 2016 പ്രഖ്യാപിക്കുമ്പോൾ തന്നെ 6600 രൂപയുണ്ട്. 6600 രൂപയിൽ നിന്നാണ് 10,000 പ്രഖ്യാപിച്ചത്.